മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അഥവാ മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നു. മഹത്തായ ആത്മാവ് എന്നർത്ഥം വരുന്ന മഹാത്മാ, അച്ഛൻ എന്നർത്ഥം വരുന്ന ബാപ്പു എന്നീ നാമവിശേഷണങ്ങൾ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിനുള്ള സാന്നിധ്യം വ്യക്തമാക്കുന്നു. കേവലം ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനേക്കാൾ ദാർശനികനായും ഗാന്ധി ലോകമെമ്പാടും അറിയപ്പെടുന്നു. ഗാന്ധിജിയുടെ വീക്ഷണത്തിൽ സത്യവും അഹിംസയും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. സത്യം ലക്ഷ്യവും അഹിംസ അതിലേക്കുള്ള മാർഗവുമാണ്. ഗാന്ധിയൻ ചിന്തയിൽ അഹിംസ എന്നാൽ പരമമായ സ്നേഹമാണ്. സ്വന്തം ശത്രുവിനോട് പോലും ക്ഷമിക്കുന്ന അവസ്ഥയാണ് അഹിംസ. ഗാന്ധി തന്റെ ജീവിതം സത്യത്തിന്റെ വിവിധ മാനങ്ങൾ മനസ്സിലാക്കുവാനായി ചിലവഴിച്ചു. സ്വജീവിതത്തിലെ തെറ്റുകളും സ്വന്തം പരീക്ഷണങ്ങളും ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ സഹായിച്ചതുകൊണ്ടാണ് അദ്ദേഹം തന്റെ ആത്മകഥയ്ക്ക് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പേരിട്ടത്. സാമൂഹ്യ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾ ലളിത ജീവിതം നയിക്കണമെന്ന് ഗാന്ധിജി വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് ദക്ഷിണാഫ്രിക്കയിൽ ലളിത ജീവിതം നയിച്ചിരുന്നു. തന്നെ പൂജ്യത്തിലേക്ക് താഴ്ത്തുക എന്നാണ് അദ്ദേഹം ലളിത ജീവിതത്തെ വിശേഷിപ്പിച്ചത്. മറ്റു വിഷയങ്ങളിലെ പോലെ ആരോഗ്യ വിഷയങ്ങളിലും ഗാന്ധിജിക്ക് തന്റേതായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. പ്രകൃതി ചികിത്സയിൽ ജലം, മണ്ണ്, സൂര്യൻ, വായു എന്നിവയുടെ പ്രാധാന്യം മനസ്സിലാക്കുവാനും അവയെ എങ്ങനെ മനുഷ്യന്റെ ആരോഗ്യ പരിപാലനത്തിന് ഉപയോഗപ്പെടുത്തുന്നതിനും അദ്ദേഹം ശ്രദ്ധിച്ചു. എല്ലാ മതങ്ങളിലെയും നന്മയിലും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. മതജിജ്ഞാസു ആയിരുന്ന ഗാന്ധി ലോകത്തിലെ എല്ലാ പ്രധാന മതങ്ങളെയും കുറിച്ച് ഗാഢമായി പഠിച്ചിരുന്നു. എല്ലാ മതങ്ങളുടെയും അന്തഃസത്ത സത്യവും സ്നേഹവുമാണെന്ന് ഗാന്ധിജി വിശ്വസിച്ചിരുന്നു. ഗാന്ധിജിയെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ ആശയങ്ങൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്നാണ് ഞാൻ ചിന്തിച്ചത്. എന്നാൽ സത്യത്തെയും അഹിംസയും മുറുകെ പിടിക്കാൻ ഞാൻ എന്നും ശ്രമിച്ചു വരുന്നു. ഭൂമിയിൽ രക്തവും മാംസവുമുള്ള ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്നതായി ഇനി വരുന്ന തലമുറ വിശ്വസിച്ചേക്കില്ല എന്ന ആൽബർട്ട് ഐൻസ്റ്റീന്റെ വാക്കുകൾ എത്ര സത്യമാണ്. लाठी पकड़े चलते थे वो शान से, सालिम कांपे थर 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 सुनकर उनका नाम रे। पग था उनका छोटा सा और सरपट उनकी चाल रे, दुबले से पतले से थे वो चलते सीना तान रे।
शिव हाथ की असत्य न बोले, पर धन नवधानी हाथ रे। वैष्णव जन तो तेने कहीजे, पीड़ पराई जाने रे। रघुपति राघव राजा राम, पतित पावन सीताराम। रघुपति राघव राजा राम, पतित पावन सीताराम। सीताराम सीताराम, भज प्यारे तू सीताराम। ഇന്ത്യ എന്ന നാടിനെ സ്വതന്ത്രമാക്കി ഗാന്ധിജി അഹിംസ എന്നൊരായുധം ധരിച്ചു നിന്നു പോരടി. ഇന്ത്യ എന്ന നാടിനെ സ്വതന്ത്രമാക്കി ഗാന്ധിജി അഹിംസ എന്നൊരായുധം ധരിച്ചു നിന്നു പോരടി. സത്യവും അഹിംസയും കൈവിടാതെ മുന്നേറി വീരനായി ധീരനായി രക്തസാക്ഷിയായി താൻ. സത്യവും അഹിംസയും കൈവിടാതെ മുന്നേറി വീരനായി ധീരനായി രക്തസാക്ഷിയായി താൻ. ഭാരതത്തിൻ ഭാവിയായിരുന്നു തൻ്റെ ലക്ഷ്യമെന്നും ഭാവുകങ്ങൾ നേർന്നു മുന്നിൽ വീണു മൃതിയടഞ്ഞു താൻ. സത്യവും അഹിംസയും കൈവിടാതെ മുന്നേറി വീരനായി ധീരനായി രക്തസാക്ഷിയായി താൻ. എന്നുമെന്നും ഓർമ്മയിൽ മറഞ്ഞിടാതെ ഗാന്ധിജി, മറഞ്ഞിടാതെ ഗാന്ധിജി. എന്നുമെന്നും ഓർമ്മയിൽ മങ്ങിടാതെ ഗാന്ധിജി, മറിഞ്ഞിടാതെ ഗാന്ധിജി. ഇന്ത്യ എന്ന നാടിനെ സ്വതന്ത്രമാക്കി ഗാന്ധിജി അഹിംസ എന്നൊരായുധം ധരിച്ചു നിന്ന് പോരാടി. ഇന്ത്യ എന്ന നാടിനെ സ്വതന്ത്രമാക്കി ഗാന്ധിജി അഹിംസ എന്നൊരായുധം ധരിച്ചു നിന്ന് പോരാടി. സത്യവും അഹിംസയും കൈവിടാതെ മുന്നേറി വീരനായി ധീരനായി രക്തസാക്ഷിയായി താൻ. സത്യവും അഹിംസയും കൈവിടാതെ മുന്നേറി വീരനായി ധീരനായി രക്തസാക്ഷിയായി താൻ. ഭാരതത്തിൻ ഭാവിയായിരുന്നു തന്റെ ലക്ഷ്യമെന്നും ഭാവുകങ്ങൾ നേർന്നു മണ്ണിൽ വീണു മൃതിയടഞ്ഞു താൻ. ഭാരതത്തിൻ ഭാവിയായിരുന്നു തന്റെ ലക്ഷ്യമെന്നും ഭാവുകങ്ങൾ നേർന്നു മണ്ണിൽ വീണു മൃതിയടഞ്ഞു താൻ. സത്യവും അഹിംസയും കൈവിടാതെ മുന്നേറി വീരനായി ധീരനായി രക്തസാക്ഷിയായി താൻ. സത്യവും അഹിംസയും കൈവിടാതെ മുന്നേറി വീരനായി ധീരനായി രക്തസാക്ഷിയായി താൻ. എന്നുമെന്നും ഓർമ്മയിൽ മങ്ങിടാതെ ഗാന്ധിജി, മറഞ്ഞിടാതെ ഗാന്ധിജി. എന്നുമെന്നും ഓർമ്മയിൽ മങ്ങിടാതെ ഗാന്ധിജി,
മാത്യു, കോട്ടയം CMS കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ SPC കാഡറ്റ്. ഗാന്ധിയൻ ആശയങ്ങൾ എന്നിൽ സ്വാധീനിച്ച കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി സത്യവും അഹിംസയും. ഗാന്ധിജിയുടെ വീക്ഷണത്തിൽ സത്യവും അഹിംസയും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. സത്യം ലക്ഷ്യവും അഹിംസ അതിലേക്കുള്ള മാർഗവുമാണ്. ഗാന്ധി തന്റെ ജീവിതം സത്യത്തിന്റെ വിവിധ മാനങ്ങൾ മനസ്സിലാക്കുവാനായി ചിലവഴിച്ചു. ഗാന്ധിയൻ തത്വചിന്തയിൽ സത്യം എന്നാൽ ദൈവമാണ്. അദ്ദേഹം തന്റെ ആത്മകഥയ്ക്ക് പേരിട്ടത് തന്നെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ്. അഹിംസ എന്നാൽ ഹിംസ ചെയ്യാതിരിക്കൽ എന്നാണ് സാധാരണ വിവക്ഷിക്കുന്നത്. ഗാന്ധിയൻ ചിന്തയിൽ അഹിംസ എന്നാൽ പരമമായ സ്നേഹമാണ്. സ്വന്തം ശത്രുവിനോട് പോലും ക്ഷമിക്കുന്ന അവസ്ഥയാണ് അഹിംസ. രണ്ടാമതായി ലാളിത്യം. ദക്ഷിണാഫ്രിക്കയിൽ നയിച്ച പാശ്ചാത്യ ജീവിത രീതി ത്യജിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ലളിത ജീവിതത്തിന്റെ തുടക്കം. തന്നെ പൂജ്യത്തിലേക്ക് താഴ്ത്തുക എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. മൂന്നാമതായി ആരോഗ്യം. മറ്റ് വിഷയങ്ങൾ എന്ന പോലെ ആരോഗ്യ വിഷയത്തിലും ഗാന്ധിക്ക് തന്റേതായ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു. പ്രകൃതി ചികിത്സയെ അദ്ദേഹം വളരെയധികം ആശ്രയിച്ചിരുന്നു. ജലം, മണ്ണ്, സൂര്യൻ, വായു എന്നിവയുടെ പ്രാധാന്യം മനസ്സിലാക്കുവാനും അവ എങ്ങനെ മനുഷ്യന്റെ ആരോഗ്യ പാലനത്തിന് ഉപയോഗപ്പെടുത്താം എന്ന് ആരായാനും അദ്ദേഹം ശ്രമിച്ചു. നാലാമതായി മതവിശ്വാസം. എല്ലാ മതങ്ങളുടെയും അന്തസത്ത സത്യവും സ്നേഹവുമാണെന്ന് ഗാന്ധി വിശ്വസിച്ചു. മതങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന കാപട്യത്തെയും അസാൻമാർഗികത്വത്തെയും സ്വമതശാഠ്യത്തെയും അദ്ദേഹം എതിർത്തു. ഭൂമിയിൽ രക്തവും മാംസവുമുള്ള ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്നതായി ഇനി വരുന്ന തലമുറ വിശ്വസിച്ചേക്കില്ല എന്ന ആൽബർട്ട് ഐൻസ്റ്റീന്റെ വാക്കുകൾ എത്ര സത്യമാണ്. നന്ദി.